സ്ത്രീകളേക്കാൾ കൂടുതൽ പുരുഷന്മാർക്ക് വരുന്ന രോഗം: കൊറോണ, വിഷാദം, ഹൃദ്രോഗം, ആമവാദം. ഉത്തരം ഹൃദ്രോഗം. സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാർക്കാണ് സാധാരണയായി ഹൃദ്രോഗ സാധ്യത കൂടുതൽ. എന്നിരുന്നാലും ഇത് രാജ്യത്തിനും പ്രായത്തിനും അനുസരിച്ച് വ്യത്യാസപ്പെട്ടേക്കാം. വെള്ളച്ചാട്ടത്തിനെതിരെ നീന്താൻ കഴിയുന്ന മത്സ്യം: സാൽമൺ, സ്രാവ്, ഡോൾഫിൻ, കടൽക്കുതിര. ടൈപ്പിങ്ങിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. സാൽമൺ എന്ന് പകരം സൽമാൻ എന്നായിപ്പോയി, ക്ഷമിക്കണം. ഉത്തരം സാൽമൺ. നദികളിലെ വെള്ളത്തിൻ്റെ ഒഴുക്കുനിലയിൽ നീന്താൻ അറിയപ്പെടുന്ന ചില മത്സ്യങ്ങളിൽ സാൽമൺ, ട്രൗട്ട്, ഈൽ എന്നിവ ഉൾപ്പെടുന്നു. ഈ മത്സ്യങ്ങൾക്ക് അവയുടെ മുട്ടയിടുന്ന സ്ഥലങ്ങളിലെത്താൻ മുകളിലേക്ക് നീന്താൻ കഴിയും. സ്വന്തം മലം ഭക്ഷിക്കുന്ന മൃഗം: സിംഹം, കുരങ്ങ്, പാമ്പ്, മുയൽ. ഉത്തരം മുയൽ. മുയലുകൾ പോലുള്ള ചില മൃഗങ്ങൾക്ക് ആദ്യ പാസിൽ തന്നെ ഭക്ഷണത്തിൻ്റെ എല്ലാ പോഷകങ്ങളും പൂർണ്ണമായി വേർതിരിച്ചെടുക്കാൻ കഴിയാത്ത ഒരു ദഹന വ്യവസ്ഥയുണ്ട്. സ്വന്തം മലം കഴിക്കുന്നതിലൂടെ അവയ്ക്ക് അധിക വൈറ്റമിനുകളും ധാതുക്കളും മറ്റു പോഷകങ്ങളും ലഭിക്കും. 9 ജോഡി വൃഷണങ്ങളുള്ള ജീവി: തുമ്പി, ഒച്ച്, അട്ട, പാറ്റ. ഉത്തരം അട്ട. 9 ജോഡി വൃഷണങ്ങളുള്ള ജീവിയാണ് അട്ട. അസാധാരണമായ പ്രത്യുൽപാദന ശരീരഘടനയ്ക്ക് പുറമെ അട്ടകൾക്ക് 10 ആമാശയങ്ങളും 32 തലച്ചോറുകളും ഉണ്ടെന്ന് ശാസ്ത്ര പ്രസിദ്ധീകരണങ്ങൾ പറയുന്നു. ഒരിക്കലും കണ്ണടയ്ക്കാത്ത കരജീവി: പാമ്പുകൾ, ഉടുമ്പ്, ഉറുമ്പുതീനി, കീരി. ഉത്തരം പാമ്പുകൾ. ഒരിക്കലും കണ്ണുകൾ അടയ്ക്കാത്ത കരജീവിയായ പാമ്പുകൾക്ക് കൺപോളകൾ ഇല്ല. പകരം കണ്ണുകളെ സംരക്ഷിക്കുന്ന സ്പെറ്റക്കിൾ എന്നറിയപ്പെടുന്ന സുതാര്യമായ ഒരു ചെതുമ്പലുണ്ട്. ഈ കണ്ണടകൾ അടിസ്ഥാനപരമായി കണ്ണുകൾക്ക് മുകളിൽ നിലനിൽക്കുന്ന ഒരു സ്ഥിരം സുതാര്യമായ ചർമ്മ പാളിയാണ്. വിശ്രമിക്കുമ്പോൾ പോലും അവയ്ക്ക് കണ്ണുകൾ കാണാൻ കഴിയും. വെളുത്ത മരണം എന്നറിയപ്പെടുന്ന അസുഖം: കുഷ്ഠം, അർബുദം, ക്ഷയം, വസൂരി. ഉത്തരം ക്ഷയം. ക്ഷയം ആഗോള ആരോഗ്യ പ്രശ്നമായിരുന്ന 18-19 നൂറ്റാണ്ടുകളിൽ രോഗം ബാധിച്ച വ്യക്തികളിൽ പലപ്പോഴും കാണപ്പെടുന്ന വിളറിയ നിറം കാരണം ഈ പദം ഉപയോഗിക്കാൻ തുടങ്ങി. ഒരേ സമയം ശ്വസിക്കാനും നടക്കാനും കഴിയാത്ത ജീവി: പാമ്പ്, കങ്കാരു, പല്ലി, മുതല. ഉത്തരം പല്ലി. പല്ലികൾക്ക് ഒരേ സമയം ശ്വസിക്കാനും നടക്കാനും ഓടാനും കഴിയില്ല. അവയുടെ ചലനവും ശ്വസനവും ഒരേ പേശികളെ ആശ്രയിച്ചിരിക്കുന്നു. ഇത് രണ്ടും ഒരേ സമയം ചെയ്യാൻ പ്രയാസമാകുന്നു. ഈ പ്രതിഭാസത്തെ കാരിയറിൻ്റെ കൺസ്ട്രക്റ്റൻ്റ് എന്ന് വിളിക്കുന്നു. മേക്കപ്പ് കണ്ടുപിടിച്ച രാജ്യം: ചൈന, ജപ്പാൻ, ഈജിപ്റ്റ്, ഇന്ത്യ. ഉത്തരം ഈജിപ്റ്റ്. പുരാതന ഈജിപ്റ്റ് മേക്കപ്പിൻ്റെ ജന്മസ്ഥലമായി വ്യാപകമായി കണക്കാക്കപ്പെടുന്നു. 5000 വർഷം പഴക്കമുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ ഉപയോഗത്തിന് തെളിവുകളുണ്ട്. ഈജിപ്തുകാർ പുരുഷന്മാരും സ്ത്രീകളും അവരുടെ രൂപം വർദ്ധിപ്പിക്കുന്നതിനും ആത്മീയതയും ഔഷധപരമായ ആവശ്യങ്ങൾക്കുമായി വിവിധ മേക്കപ്പ് വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നു. സൗത്ത് കൊറിയയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കാത്തത്: മുട്ട, മുയൽ, ലേസ്, റൊട്ടി. ഉത്തരം മുട്ട. അസംസ്കൃത മാംസം, സംസ്കരിച്ച മാംസം, ടിന്നിലടച്ച മാംസം, മുട്ട, കോഴി ഉൽപ്പന്നങ്ങൾ, പാലുൽപ്പന്നങ്ങൾ എന്നിവയെല്ലാം ദക്ഷിണ കൊറിയയിലേക്ക് കൊണ്ടുപോകുന്നത് നിരോധിച്ചിട്ടുണ്ട്. ഉണർന്നിരിക്കുന്നതിൻ്റെ 30% സമയം സ്വയം വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന മൃഗം: പട്ടി, ഹിപ്പോ, പൂച്ച, ജിറാഫ്.
ഉത്തരം പൂച്ച. ഉണർന്നിരിക്കുന്ന സമയത്തിൻ്റെ ഏകദേശം 30% വൃത്തിയാക്കാൻ ചെലവഴിക്കുന്ന മൃഗമാണ് പൂച്ച. അവയുടെ സമയത്തിൻ്റെ ഒരു പ്രധാന ഭാഗം സ്വയം വൃത്തിയാക്കലിനായി നീക്കിവെക്കുന്നു. ഇത് അവയെ വൃത്തിയായി സൂക്ഷിക്കാനും ശരീര താപനില നിയന്ത്രിക്കാനും രക്തചംക്രമണം ഉത്തേജിപ്പിക്കാനും സഹായിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.